friends, good morning all. Once again, welcome back to my another video. Okay, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അപ്രീസിയേഷൻ ആണ്. 8th, 9th, 10th ക്ലാസ്സുകളിൽ മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്രീസിയേഷൻ. ഓക്കെ, ഹൗ ടു മേക്ക് ആൻ അപ്രീസിയേഷൻ, എങ്ങനെ നമുക്ക് അപ്രീസിയേഷൻ എഴുതാം നോക്കാം. അതിന്റെ ഫോമാറ്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ സ്റ്റെപ്സ് പഠിക്കാം. ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ടൈറ്റിൽ നമ്മൾ കൊടുക്കണം. ദെൻ സെക്കൻഡ് വൺ, അത് 3 പാരഗ്രാഫ് ആയിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഒരു അപ്രീസിയേഷൻ തന്നാൽ അത് 3 പാരഗ്രാഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റർ ആദ്യം ആ പോമിന്റെ നെയിം എഴുതുക. ദെൻ റൈറ്റർ പോയറ്റിനെ പറ്റിയിട്ട് എഴുതുക. ദെൻ പോയറ്റിന്റെ നെയിം കൊടുക്കുക. ദെൻ അയാളെ പറ്റി, ആ റൈറ്ററെ പറ്റിയിട്ട് 2-3 ലൈൻസിൽ സെന്റൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ചിലപ്പോ എന്താണ് അവാർഡ്സ് കിട്ടിയ അയാൾക്ക് കിട്ടിയ അവാർഡ്സിനെ പറ്റി എഴുതാം. ദെൻ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉള്ള പോയിന്റ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നേച്ചർ പോയിന്റ് ആവും. ചില ആൾ വില്യം വേർഡ്സ്വർത്ത് ഒക്കെ നേച്ചർ പോയിന്റ് ആണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്ത് പറയാം. ദെൻ സെക്കൻഡ് പാരഗ്രാഫ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് തീം ഓഫ് ദ പോം. ആ പോമിന്റെ തീം എഴുതുക, അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഫസ്റ്റ് വൺ, ആ പോമിന്റെ എന്താണ് എക്സ്റ്റേണൽ മീനിങ്ങും ഇന്റേണൽ മീനിങ്ങും ജസ്റ്റ് ഒന്ന് ആ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്ത് പറയണം. ഓക്കെ, എക്സ്റ്റേണൽ മീനിങ് ഉണ്ടാവും, ഇന്റേണൽ മീനിങ് ഉണ്ടാവും അല്ലെ ഒരു പോമിന്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ തേർഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതേണ്ടത് സ്ട്രക്ചർ ഓഫ് ദ പോം. അതിന്റെ സ്ട്രക്ചർ, ആ പോമിന്റെ സ്ട്രക്ചർ, ദെൻ അതിന് ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്, ലൈക്ക് സിമിലി, മെറ്റഫർ, അതുപോലുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. അതിൽ ഉപയോഗിച്ചിട്ട് ഓഡിറ്ററി ഇമേജ്, വിഷ്വൽ ഇമേജസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് അത് ആ ഒരു പാരഗ്രാഫിൽ എഴുതുക. ദെൻ ലാസ്റ്റ് വരുന്നത് കൺക്ലൂഡ് ചെയ്യുക. ലാസ്റ്റ് നമ്മളതിനെ കൺക്ലൂഡ് ചെയ്യുക. ആ ഒരു അപ്രീസിയേഷൻ കൺക്ലൂഡ് ചെയ്യുക. നമ്മളൊരു വ്യൂ പോയിന്റ്സും കൂടെ ചേർത്തിട്ട് നമ്മളതിനെ കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു അപ്രീസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് അപ്രീസിയേഷൻ എങ്ങനെ എഴുതാമെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിന്റെ സ്റ്റെപ്സ് ആണ്. ഇനി അത് എങ്ങനെ എഴുതാം നോക്കാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോ ഒരു പോം തന്നിട്ട് ആ പോം ഒന്നും നമുക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കും. ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉണ്ടാവില്ലേ, കുറച്ച് ടഫായിട്ടുള്ള പോമൊക്കെ തന്നാൽ നമുക്കതിന്റെ ഇന്റേണൽ മീനിങ് ആരുടെ സഹായത്തിലോ പെട്ടെന്നൊരു വായനയിലോ നമുക്ക് കിട്ടൂല അല്ലെ. ചിലപ്പോൾ എക്സാമിന് ടൈം കുറവായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പോം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് അതിന്റെ ഇന്റേണൽ മീനിങ് ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര കുറച്ച് വലിയ ടാസ്ക് ഉള്ള പണിയാണ്. അപ്പൊ നമുക്ക് നോക്കാം മക്കളെ, നിങ്ങളൊരു ഓർഡറിൽ ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പോം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അപ്രീസിയേഷൻ എന്താണ് പോം നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും എങ്ങനെ നമുക്കൊരു നല്ലൊരു അപ്രീസിയേഷൻ തയ്യാറാക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഒരു പോം, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പോം എന്താണ് നിങ്ങളെ ടെക്സ്റ്റ് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ഒരു പോം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ABC നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് തരുന്നത് പോം അല്ലാതെ ഒരു പോമിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കൊടുക്കുക. ഫസ്റ്റ് വൺ നിങ്ങൾ ഇങ്ങനെ എഴുതുക. ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്ത് എഴുതണം, ആദ്യം തന്നെ നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. ഒരു അപ്രീസിയേഷന് ടൈറ്റിൽ കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റിൽ തന്നെ നമ്മൾ പോയിന്റ് റൈറ്ററെ കുറിച്ച് ആദ്യം പോം പറയാ. ദെൻ റൈറ്ററെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ പോം പറഞ്ഞു തുടങ്ങാം. ABC is a famous poem written by ഇന്ന ആൾ, റിട്ടേൺ ബൈ വില്യം വേർഡ്സ്വർത്ത് അല്ലെങ്കിൽ റിട്ടേൺ ബൈ WB Yeats. ഏതാണോ ആരാണോ എഴുതിയത് നമുക്ക് ആ ഒരു പോമിൽ ഉണ്ടാവുമല്ലോ. അപ്പോ ആദ്യത്തെ സെന്റൻസ് മനസ്സിലായല്ലോ. ആദ്യം നമുക്ക് പോയം കിട്ടും, ഈസ് എ ഫേമസ് പോയം. ഫേമസ് നിങ്ങൾക്ക് എഴുതി മടുത്തില്ലെങ്കിൽ ഫസ്റ്റ് ഫേമസ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എഴുതാം. എന്തെഴുതാം? ABC is a meaningful poem written by WB Yeats, അല്ലെങ്കിൽ ABC is a wonderful poem written by WB Yeats. ഫസ്റ്റ് പാരഗ്രാഫ് ആയില്ലേ. ഏത് പോം എന്നാലും നമുക്ക് എഴുതാൻ പറ്റില്ലേ. ഒന്നിക്കുള്ളത് ABC is a famous poem അല്ലെങ്കിൽ ABC is a meaningful poem. ഇതിൽ ഏത് യൂസ് ചെയ്യാനും പോമും ഉണ്ടാവും റൈറ്ററും ഉണ്ടാവും. അത് is a famous poem അല്ലെങ്കിൽ എന്താ മീനിങ്ഫുൾ പോം റിട്ടേൺ ബൈ എഴുതിയിട്ട് WB Yeats, വില്യം വേർഡ്സ്വർത്ത് എഴുതിയാൽ നമുക്ക് ആരെ റിട്ടേൺ ചെയ്യാതെ ആരെ എഴുതിയെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ. അത് എടുത്ത് എഴുതാം. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് കിട്ടിയില്ലേ, നമുക്ക് ഒരു കൺഫ്യൂഷൻ ആണ്ട് എഴുതാൻ പറ്റില്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് പോയറ്റിനെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റത്തെ ആ ഒരു
ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് പോയിന്റിനെ കുറിച്ച് ജസ്റ്റ് പറയണം. പോം പറഞ്ഞാൽ അത് കുറച്ച് 8 മാർക്കിനുള്ളതല്ലേ, അപ്പൊ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണ്ടേ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് പോയിന്റിനെ പറ്റി പൊക്കി പറയാം. നമുക്ക് എന്ത് കിട്ടിയില്ലെങ്കിൽ നമുക്കറിയാം പോയിന്റ് അത്യാവശ്യം ഫേമസ് ആയിട്ട്, ഫേമസ് അല്ലാത്ത ഒരാളെ പോം നമുക്ക് തരില്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഫോർ ഹിസ് വർക്ക്. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഫോർ ഹിസ് വർക്ക്സ്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ അറിയായിക്കില്ല, ഈ റൈറ്ററെ പോലെ നമ്മൾ ചിലപ്പോൾ നമുക്ക് അറിയാത്ത ഒരാളായിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതാ, ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഫോർ ഹിസ് വർക്ക്. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. അത് എന്ത് ചെയ്താ, അത് നമുക്ക് ഏത് പോം വന്നാലും എക്സ്പ്ലെയിൻ ചെയ്യാം, ഏത് അപ്രീസിയേഷൻ വന്നാലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഫോർ ഹിസ് വർക്ക്സ്. ഓക്കെ, ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഒരു സെന്റൻസും കൂടെ നോക്കിയേ. ഹി വാസ് എൻ എക്സ്ട്രാഓർഡിനറി ലിറ്റററി ഫിഗർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഹി വാസ് എൻ എക്സ്ട്രാഓർഡിനറി ലിറ്റററി ഫിഗർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എന്താണ്, ഇയാള് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മഹാപ്രതിഭയാണെന്ന് നമുക്ക് പറയാം. കുറച്ച് അദ്ദേഹത്തെ പൊക്കി പറയാം അല്ലെ. ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഹി വാസ് എൻ എക്സ്ട്രാ ഓർഡിനറി ലിറ്റററി ഫിഗർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുമ്പോൾ എന്താ, നിങ്ങളെ പേപ്പർ വാല്യൂ ചെയ്യുന്ന കുട്ടി കുറച്ച് ലിറ്ററേച്ചറായിട്ട് കുറച്ച് കമ്പുള്ള ആളാ, കുറച്ച് ലിറ്ററേച്ചറായിട്ട് ബന്ധമുള്ള ആളാ, ലിറ്ററേച്ചറായിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കാരണം നമ്മൾ ആ ഒരു ശൈലി തന്നെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങളെ പേപ്പർ നോക്കുന്ന ഒരു ഇംപ്രഷൻ ഉണ്ടാവും അല്ലെ. ഹി വാസ് എൻ എക്സ്ട്രാ ലിറ്റററി ഫിഗർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം നമ്മൾ കൂടുതലായിട്ട് പൊക്കി പറഞ്ഞു, മഹാപ്രതിഭയാണ്. അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ റൈറ്റർ അറിയും കൂടെ ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയാല് നോക്ക് കുറച്ചുകൂടി ഇംപ്രഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 3 സെന്റൻസ് നമുക്ക് പഠിക്കാൻ പറ്റൂലേ. അവനാണെങ്കിൽ ഹി, അവളാണെങ്കിൽ ഷീ ആക്കണേ. അത് മാത്രം ജസ്റ്റ് ശ്രദ്ധിക്കുക. ദെൻ ഈ 3 കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നതല്ലേ. അപ്രീസിയേഷൻ ഏത് പോം തന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്നതല്ലേ. ഈ 3 കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ ഏകദേശം ഫസ്റ്റ് പാരഗ്രാഫ് ആവും, ഇൻട്രൊഡക്ഷൻ പാര ആവും. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന റൈറ്റർ ഒക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ 2-3 വർക്ക്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ ലെങ്ത് കൂട്ടാം അല്ലെ. ദെൻ അദ്ദേഹത്തെ പറ്റി വേറെ എന്തെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ വേറെ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ വില്യം വേർഡ്സ്വർത്ത് ഒക്കെ നേച്ചർ പോയറ്റ്, ഹി വാസ് നോൺ ആസ് എ നേച്ചർ പോയറ്റ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് അറിയുമെങ്കിൽ നമുക്ക് അതും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പോമും അതായത് റൈറ്ററിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റുമെങ്കിൽ അത്രയും എഴുതാം. ഇത് നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ 2-3 കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. ദെൻ നിങ്ങൾക്ക്, കാരണം എന്തുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഏത് പോം വന്നാലും ജസ്റ്റ് പോം പോലും വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എക്സ്ട്രാ നിങ്ങൾക്ക് 2-3 ലൈൻസ് എന്തെങ്കിലും റൈറ്ററെ പറ്റി അറിയെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് പാരഗ്രാഫിലാണ് നമ്മൾ പോമിലേക്ക് കടക്കേണ്ടത്. ഓക്കെ, പോമിലേക്ക് നമുക്ക് കടക്കേണ്ടത് എങ്ങനെ നമുക്ക് നോക്കാം. ദിസ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് പോം. ദെൻ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം അല്ലെ. ദിസ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് പോം. ലാംഗ്വേജ് ഓഫ് ദ പോം ഈസ് ഹൈലി ഫിലോസഫിക്കൽ ഇൻ ടൂൺ. ഹൈലി ഫിലോസഫിക്കൽ ഇൻ ടൂൺ. ലാംഗ്വേജ് ഓഫ് ദ പോം ഈസ് ഹൈലി ഫിലോസഫിക്കൽ ഇൻ ടൂൺ. അതും നമുക്ക് പഠിച്ചോക്കെ. ഏത് പോമിലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് അല്ലെ, പഠിച്ചു നോക്കാൻ പറ്റും. ഇതൊക്കെ ഏത് പോമിലും എഴുതാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ 2-3 കാര്യങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി പോം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പോം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. പോം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. പോം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് വേർഡ്സുകൾ, കുറച്ച് സെന്റൻസുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പോം എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം റിപ്പീറ്റേഷൻ കുറക്കുന്നതായിട്ട് നമ്മൾ എപ്പോഴും in this poem explains, in this first stanza explains, in the second stanza explains എന്ന് റിപ്പീറ്റേഷൻ കുറക്കുന്നതിനായിട്ട് നമുക്ക് കുറെ ടേംസ് ഉണ്ട്. എങ്ങനെയൊക്കെ പറയാം നിങ്ങൾ നോക്കിയേ. നമുക്ക് ഇങ്ങനെ പറയാം, in this poem the poet tells us, അങ്ങനെ പറയാം അല്ലെ. ഈ പോയത്തില് പോയിട്ട് നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങാം. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് ഈ ഒരു വാക്ക് ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനായിട്ട് ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു റിപ്പീറ്റേഷൻ ഉണ്ടാവും. അത് നമുക്ക് ബോറടിക്കും. അതുകൊണ്ട് നമുക്ക് വേറെ എന്ത് എഴുതാം, ഒന്നുകിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ വേറെ ആയിട്ട് എങ്ങനെ പറയാം, പോം റിഫ്ലക്ട്സ് ഈ പോയം പ്രതിഫലിക്കുന്ന, ഈ പോയം എന്താ പറയുന്നത്, ദ പോം റിഫ്ലക്ട്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ദിസ് പോയം പോർട്രേറ്റ്സ്, ഇൻ ദിസ് പോയം പോർട്രേറ്റ്സ് എന്ന് പറയാം. ഇൻ ദിസ് പോയം എക്സ്പ്ലെയിൻസ് എന്ന് പറയാം. ഇൻ ദിസ് പോയം എക്സ്പ്രസ് എന്ന് പറയാം. ഇൻ ദിസ് പോയം സേസ് എന്ന് പറയാം. ദ പോയം ടെൽസ് us എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ പോയം പറയുമ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. കാരണം ഒന്നിൽ നമ്മൾ പോയം ടെൽസ് എന്ന് പറഞ്ഞാല് രണ്ടാമത്തേൽ നമ്മൾ എന്ത് ചെയ്യണം, ദ പോയം എക്സ്പ്രസ് എന്ന് പറയണം. രണ്ടാമത്തെ സ്റ്റാൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. മൂന്നാമത്തെ പറയുമ്പോൾ നമ്മൾ പോയം എക്സ്പ്ലെയിൻസ് എന്ന് പറയണം. കാരണം എന്താ, ആ റിപ്പീറ്റേഷൻ കുറഞ്ഞു. അതും നിങ്ങളുടെ
പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഒരു ഇംപ്രഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇനി പോയത്തിന്റെ തീം എഴുതലാണ് അല്ലെ പ്രധാനം. അപ്പോൾ ഇൻ ദിസ് പോയം ടെൽസ്, ഇൻ ദിസ് പോയം എക്സ്പ്രസ്, എന്താണ് നമുക്ക് 2-3 ലൈൻസ് വായിക്കുമ്പോൾ തന്നെ എന്ത് കിട്ടും, ഏകദേശം ഒരു ഐഡിയ കിട്ടും. ചിലപ്പോ എന്താണ് കുറച്ച് ട്രീസ്, ഫ്ലവേഴ്സ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ പോയത്തിൽ റിപ്പീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതാം നേച്ചർ റിലേറ്റഡ് പോമാണ്, അല്ലെങ്കിൽ മദേഴ്സ് ആണ്, എന്തെങ്കിലും നമുക്കൊരു ഹിൻസ്, എന്തെങ്കിലും ആ പോം വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഹിൻസ് നമുക്ക് കിട്ടാതിരിക്കില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും മദർ ചൈൽഡ് കോംബോ ആണെങ്കിൽ മദേഴ്സ് ലവ് ആണ് ഇതിന്റെ മെയിൻ തീം എന്ന് പറയാം. എന്തെങ്കിലും ഒരു തീം നമുക്ക് ആ ഒരു പോം വായിക്കുമ്പോൾ കിട്ടും അല്ലെ. അന്നേരം നമ്മൾ ദ മെയിൻ തീം ഓഫ് ദ പോം ഇങ്ങനെയൊക്കെ എഴുതാം. ആ പോയം ടെൽസ് അസ് എഴുതി കഴിഞ്ഞ് ദെൻ ദ മെയിൻ തീം ഓഫ് ദ പോം എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു തീം കിട്ടാണ്ടിരിക്കില്ല. ഓക്കെ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. മൈ ഫേവറേറ്റ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഫേവറേറ്റ് ലൈൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോയം എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ലൈൻ തന്നെ അങ്ങ് എടുത്ത് എഴുതുക. എന്തെങ്കിലും ഇൻ ദിസ് പോയം എക്സ്പ്ലെയിൻസ് എന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ലൈൻ എന്തെങ്കിലും നമുക്കൊരു ഹിന്റ് കിട്ടും, എന്തെങ്കിലും ഒരു ഹിൻസ് നമുക്ക് അവിടെ ഇട്ടിട്ട് തരും. അപ്പോൾ ഇൻ ദിസ് സ്റ്റാൻസ സേസ്, ഇൻ ദിസ് സ്റ്റാൻസ എക്സ്പ്ലെയിൻസ്, അങ്ങനെ ഓരോ സ്റ്റാൻസയും ഈച്ച് സ്റ്റാൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈച്ച് സ്റ്റാൻസ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു അത്യാവശ്യം ഒരു പാരഗ്രാഫ് ആവും. കാരണം ഒന്നും കിട്ടുന്നില്ല ആ പോയതിന്റെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം എന്താ, ആ പോം വായിക്കുമ്പോൾ എന്തെങ്കിലും വേർഡ്സ് ഒക്കെ നമ്മളെ മൈൻഡിൽ കണക്ട് ചെയ്യും. അപ്പൊ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് പറ്റും. ഓക്കെ, ഇതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് തീമും സ്ട്രക്ചർ തീംസ് ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രക്ചർ ഒക്കെ പറയാം. പോയറ്റിക് ഡിവൈസസ് എടുത്ത് പറയാം. ഇതൊക്കെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാടാവും. കാരണം ഏതൊക്കെയാ പോയറ്റിക് ഡിവൈസ് നമുക്കറിയാം. സിമിലി, മെറ്റഫോർ, പേഴ്സോണിഫിക്കേഷൻ, ഐറണി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീംസ്, ഇതൊക്കെ നമ്മൾ എടുത്ത് എഴുതാം. ഫിഗർ ഓഫ് സ്പീച്ചിന്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യും. ഓക്കെ, ഇതൊക്കെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. റൈമിംഗ് സ്കീം ഓഫ് ദ പോം ഈസ്, ചിലപ്പോ ABCD ആയിരിക്കും, ചിലപ്പോ ABCD എന്നായിരിക്കും. റൈമിംഗ് സ്കീം കണ്ടുപിടിക്കാൻ നമുക്കറിയില്ലേ. റൈമിംഗ് സ്കീം എഴുതാം. റൈമിംഗ് വേർഡ്സ്, ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്, ഒരേ സൗണ്ടിൽ പ്രൊണൗൺസ് ചെയ്യുന്നത് അല്ലെ. റൈമിംഗ് വേർഡ്സ്, നമ്മൾ റൈമിംഗ് വേർഡ്സ് എടുത്ത് എഴുതാം. അപ്പൊ നമുക്ക് ലെങ്ത്തും കൂടും. ആ പോമിനെ കുറിച്ച് നമുക്ക് കൂടുതൽ എന്താണ് നമുക്ക് മനസ്സിലായെന്ന് ആ ഒരു പേപ്പർ വാല്യൂ ചെയ്യുന്ന ആർക്കും മനസ്സിലാവും. ടോട്ടലി എല്ലാം കവർ ചെയ്തിട്ടുണ്ട് കുട്ടി എന്നുള്ള ഒരു ഇംപ്രഷനും അവരിലുണ്ടാവും. അലിട്രേഷൻ, അതൊക്കെ പോയറ്റിക് ഡിവൈസ് ആണ്. അലിട്രേഷൻ, അസോണൻസ് അല്ലെ. അലിട്രേഷൻ കോൺസണന്റ് സൗണ്ടിൽ റിപ്പീറ്റ് ചെയ്യുന്നത് അലിട്രേഷൻ, ദെൻ വൊവൽ സൗണ്ടിൽ റിപ്പീറ്റ് ചെയ്യുന്നത് അസോണൻസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എടുത്തെഴുതാൻ പറ്റും. ഫിഗർ ഓഫ് സ്പീച്ച്, പോയറ്റിക് ഡിവൈസ് ഒക്കെ യൂസ് ചെയ്യുക. ദെൻ നമ്മളെ ഫേവറേറ്റ് ലൈൻസ് പറയാ. ദെൻ ഇമേജിനറി ഉണ്ടാവും, കുറെ ഇമേജിനറി കൊണ്ടുവരും അല്ലെ. വിഷ്വൽ ഇമേജറിയും ഓഡിറ്ററി ഇമേജറി ഒക്കെ ഇതിലുണ്ടാവും. വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ് ഒക്കെ പോമിൽ ഉണ്ടാവും അല്ലെ. കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നതായ കുറെ ഇമേജസ് ഒക്കെ പോയത്തിൽ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓരോ ലൈന് നമുക്ക് ലെങ്ത് കൂട്ടാൻ സഹായിക്കും. ഇന്ന ലൈൻസ്, ഇൻ ദിസ് ലൈൻസ് എക്സ്പ്ലെയിൻസ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു പോം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് അതിന്റെ പോയത്തിന് നമ്മൾ മാക്സിമം അതിന്റെ എല്ലാ കാര്യങ്ങളും എഴുതിയെന്ന് ഉറപ്പായി. നമുക്ക് പറ്റുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് ലെങ്ത് കൂട്ടാൻ എഴുതാം. എത്ര ലൈൻസ് ഉണ്ട് കാര്യം നമുക്ക് എണ്ണി എഴുതാം. 8 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ഒരു പേജൊക്കെ നമ്മൾ എഴുതല്ലേ, 1.5 പേജൊക്കെ നമ്മൾ എഴുതിയാൽ അത്രയും നല്ലതാണ് അല്ലെ. ഓരോ സ്റ്റാൻസിലും ഇത്ര ലൈൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലെങ്ത് കൂട്ടാൻ വേണ്ടി പോയത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ ഇതിൽ കുഴപ്പമുണ്ടോ? അപ്രീസിയേഷൻ ആണ്, ലിറ്ററി ഫോം ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് ലെങ്ത് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം. ദ പോം ഈസ് റിയലി റിച്ച് വിത്ത് വോൺഫുൾ ഇമേജ് ലൈക്ക് വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്. ഞാൻ പറഞ്ഞതൊക്കെ അല്ലെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ വിഷ്വൽ ഇമേജ് ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹൈലി റിച്ച് ആണ് പോയം. എന്തുകൊണ്ട്? വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജ് ഒക്കെ കൊണ്ട് ഹൈലി റിച്ച് ആണ് പോം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബോഡി പാരഗ്രാഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നമുക്ക് ലാസ്റ്റ് ആയിട്ട് എങ്ങനെയാ അത് കൺക്ലൂഡ് ചെയ്ത് വെക്കുക, നമ്മളെ വ്യൂ പോയിന്റ്. ഐ തിങ്ക് ഇറ്റ്സ് എ മീനിങ് പോം. നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ the poem, this is ABC is a poem. ഫസ്റ്റ് ലൈൻ നമ്മൾ ABC is a famous poem എന്നാ പറഞ്ഞെങ്കിൽ ഇതിൽ നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ പറയണ്ടേ? I think this is a meaningful poem. എനിക്കൊന്ന് വളരെയധികം അർത്ഥവത്തുള്ള പോമാണ്. I think it's a meaningful poem.
നമ്മളെ വ്യൂ പോയിന്റ്സ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ദെൻ ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യും. വേറൊരു സെന്റൻസും കൂടെ നിങ്ങൾ പഠിച്ചു നോക്കിയേ. When we analyze this poem, we can understand that he is real genius in literary word. When we analyze this poem, we can understand that poet is real genius in literary word. ഈ പോയം വായിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ പോയറ്റ് ഈ പോം വായിക്കുമ്പോൾ തന്നെ ഈ പോം അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു കാര്യം വ്യക്തമായി. പോയറ്റ് റിയൽ ജീനിയസ് ആണ്. ലിറ്റററി വേർഡിൽ വളരെയധികം മഹാപ്രതിഭയാണ് ഈ പോയറ്റ് എന്ന് നമുക്ക്, ഈ റൈറ്റർ എന്ന് നമുക്ക് മനസ്സിലായി. ഇതൊക്കെ തട്ടി വിടുന്ന കാര്യമാണ്. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മളെ പേപ്പർ വാല്യൂ ചെയ്യുന്നതൊക്കെ ഇംപ്രഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിറ്ററേച്ചറായിട്ട് ഭയങ്കര കമ്പുള്ള കുട്ടിയാണ്, ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇതൊക്കെയാണ്, അതുകൊണ്ടാണ് കുട്ടി എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ 8 മാർക്കിനെ ചിലപ്പോൾ നമുക്ക് 8 മാർക്കിനെ നമുക്ക് ഫുൾ മാർക്സിന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു അപ്രീസിയേഷൻ കൺക്ലൂഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഏത് പോം ആണെങ്കിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റൂലേ? ഏത് പോം തന്നാലും ഒരു അപ്രീസിയേഷൻ നമുക്ക് എഴുതാൻ പറ്റും. കണ്ണും പൂട്ടി നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ പഠിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ നല്ലൊരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടും. അത്യാവശ്യം ലെങ്ത് ഉള്ള, അത്യാവശ്യം എല്ലാം ഉൾക്കൊള്ളിച്ച പോം നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം നിങ്ങൾക്ക് ആ പോം മനസ്സിലായെങ്കിൽ, ഇന്റേണൽ മീനിങ്ങും മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഹൈ ലെവലിൽ, നമുക്ക് റിച്ച് ലെവലിൽ നമുക്ക് അപ്രീസിയേഷൻ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്രീസിയേഷൻ സിമ്പിൾ അല്ലേ? ഏറ്റവും നന്നായിട്ട് മാർക്സ്, എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്രീസിയേഷൻ. കാരണം ഇതൊക്കെ പഠിച്ചു കൊണ്ടുപോയാൽ നമുക്ക് എന്തും എഴുതാം. ഇത് ലിറ്റററി ഫോം ആണ്. നമ്മളോട് ഇന്നത് എഴുതാൻ പറ്റുന്നില്ല. നമുക്ക് എന്താണോ അത് ആസ്വാദന കുറിപ്പാണ്. നമുക്ക് എന്താണോ ആസ്വദിക്കാൻ പറ്റിയത് അതൊക്കെ അതിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് തന്നെ പോണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലേ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ സെറ്റ് ആയിട്ടുണ്ടാവണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അപ്രീസിയേഷൻ എഴുതിയാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്